മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നിരന്തരം നടത്തുന്നതെന്ന് NRG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് S. പവനനാഥൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് NRG വർക്കേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് S. പവനനാഥൻ പറഞ്ഞു. ഈ കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ബഡ്ജറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. 1,19,000 കോടി രൂപ ചെലവിട്ട് പദ്ധതി നടപ്പാക്കിയിരുന്നതിൽ നിന്നും അത് 80,000 കോടിയായിട്ട് ഇപ്പോൾ കുറഞ്ഞിരിക്കുക. 35 കോടിയോളം വരുന്ന ജനങ്ങൾ തൊഴിലെടുക്കുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം ആൾക്കാർക്ക് ജോലിയില്ലാതെ വരികയാണ്. ശരാശരി 100 ദിവസം തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ തൊഴിൽ ദിനങ്ങൾ ശരാശരി 30-35% വരുന്നത്. എന്നാൽ കേരളത്തിൽ അത് 65% കേരളത്തിൽ തൊഴിൽ കൊടുക്കുന്നത്. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് 40% സംസ്ഥാന ഗവൺമെന്റും 60% സെൻട്രൽ ഗവൺമെന്റും തരുമെന്നാണ് പറയുന്നത്. നേരത്തെ ബഡ്ജറ്റിൽ തുക വകയിരുത്തുക, അത് ആവശ്യത്തിന് പ്രവർത്തിക്കുക എന്നുള്ള തരത്തിലായിരുന്നു ഫണ്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴങ്ങനെയല്ല. കേന്ദ്ര ഗവൺമെന്റ് ഇഷ്ടമുള്ള പോലെ ഫണ്ട് അനുവദിക്കാം, അനുവദിക്കുന്ന തുക തരാതിരിക്കാം. 40% തുക സംസ്ഥാനം വെച്ചിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാൻ നമുക്ക് കഴിയില്ല. 40% എന്ന് പറയുന്നത് കേരളത്തിൽ ഏകദേശം 1,600 കോടിയോളം രൂപ ചെലവിടേണ്ടി വരും. കേന്ദ്രം അല്ലാതെ തന്നെ സാമ്പത്തികമായി ദ്രോഹിച്ചുകൊണ്ടും ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് 1,600 കോടി രൂപ എടുക്കുവാൻ നമുക്ക് കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമം പിൻവലിക്കണം. ഈ നിയമം പിൻവലിച്ചുകൊണ്ട് നേരത്തെ ഉള്ള നിയമത്തിൽ നിന്നുകൊണ്ട് കൃത്യമായി തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് വരാൻ കഴിയണം. ഇതൊരു ആവശ്യ അധിഷ്ഠിത പ്രോജക്റ്റാണ്. ഇതൊരു അവകാശമാണ്. ആ അവകാശം ഇല്ലാതാക്കുന്ന നിയമങ്ങളാണ് പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ജനങ്ങൾക്കാകെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളിക്ക് മാത്രമല്ല, തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ഇതോടൊപ്പം തന്നെ സമൂഹത്തിലെ കർഷകരടക്കമുള്ള എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തൊഴിലാളി സമൂഹം ഒന്നടങ്കം സമരത്തിലേക്ക് വരികയാണ്. ഇപ്പൊ വരുന്ന ജനുവരി മാസം 5-ാം തീയതി ഞങ്ങൾ തൊഴിലുറപ്പ് സംരക്ഷണ പാർലമെന്റ് NRG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ജനുവരി 5-ാം തീയതി രാവിലെ 10 മണി മുതൽ 12 മണി വരെ എല്ലാ വാർഡിലും തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും അതേപോലെ തന്നെ ബഹുജനങ്ങളും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു തൊഴിലുറപ്പ് സംരക്ഷണ പാർലമെന്റ് സംഘടിപ്പിക്കുകയാണ്. എല്ലാവരെയും ഈ ജനുവരി 5-ന് നടക്കുന്ന തൊഴിലുറപ്പ് സംരക്ഷണ പാർലമെന്റിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുകയാണ്. തൊഴിൽ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.